ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ സംഭാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്, അതായത് മോരുവെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കുക. എങ്കിലേ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മോരുവെള്ളം തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് 5-6 കാന്താരിമുളക്, 5-6 ചുമന്നുള്ളി, ചെറിയ 2 പീസ് ഇഞ്ചി, 2 അല്ലി കറിവേപ്പില, അതുപോലെ തന്നെ 2 ചെറുനാരങ്ങയുടെ ഇല. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ മോരുവെള്ളത്തിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. വലിയ മിക്സി ജാർ തന്നെ എടുക്കുക. ചെറുതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തെറിച്ച് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. തൈരിൻ്റെ പുളിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സംഭാരം എപ്പോഴും നമുക്ക് കട്ടിയില്ലാതെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ രൂപത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, ചുമന്നുള്ളി, കാന്താരി ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല, പച്ചമുളകായാലും മതി. അതുപോലെ തന്നെ ഇത് ചതച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ മോരുവെള്ളം കുടിക്കുമ്പോൾ വായിൽ കടിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്താലും മതി. ഇത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കരുത്, ഇതൊന്ന് പിച്ചിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്കിലേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരുള്ളൂ. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 അല്ലി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ മോരിലേക്ക് ഇറങ്ങി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ചുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സംഭാരം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്